ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഏത് സിനിമയെ പറ്റി സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് പറയുന്നത്. സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് തന്നെ നിങ്ങളിത് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഈ റിവ്യൂ ഇനി ഇവിടെ ഇതിൻ്റെ അപ്പുറം കാണണമെന്നില്ല, എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ ഇനി നോക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് പോയി കാണുക. മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ, അത് കേരളത്തിൽ 3 നമുക്ക് നിലവിൽ ഇതിൻ്റെ മാക്സിമം ഒരു ഫീല് കിട്ടുന്നൊരു തിയേറ്റർ നിലവിലുള്ളൂ. കോഴിക്കോട് പലാക്സി സിനിമാസിലെ എപ്പിക് സ്ക്രീനും, അതുപോലെ തന്നെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലുള്ള എപ്പിക് സ്ക്രീനും, പിന്നെ നമ്മുടെ കൊച്ചി ഫോറം മാളിലെ PX സ്ക്രീനും. ഇത് 3 നിലവിൽ ഈ സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഏറ്റവും ടോപ്പായിട്ട് കിട്ടാൻ നമുക്കത് കിട്ടാൻ സാധ്യതയുള്ള 3 സ്ക്രീനുകൾ ഇതൊക്കെയാണ്. ഏറ്റവും മിനിമമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള 4K അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതിന് താഴോട്ട് 4K അറ്റ്മോസ്, അതുപോലെ തന്നെ 5.1 ചാനലിന് മുകളിലോട്ടുള്ളത് തന്നെ പോയി കാണുക. അതിൻ്റെ താഴോട്ടുള്ള സ്ക്രീനുകളിൽ നിങ്ങൾക്ക് എന്തായാലും എക്സ്പീരിയൻസ് കുറയാൻ സാധ്യതയുണ്ട്. ഞാൻ കണ്ടതൊരു നോർമൽ 4K ലേസർ അറ്റ്മോസ് തിയേറ്ററിലാണ്. എനിക്ക് ഈ പറഞ്ഞ 3 തിയേറ്ററിലും പോയി കാണാൻ പറ്റിയില്ല, കാരണം ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. റിവ്യൂ കണ്ട് സിനിമ പോയി കാണാനായിട്ട് നിൽക്കുന്നവർ ഇവിടെ വെച്ച് നിർത്തി നിങ്ങൾ സിനിമ ഡയറക്റ്റ് പോയി കണ്ടോളൂ. ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ നോളൻ ഫിലിം ഫാൻസൊക്കെ എന്തായാലും പോയി കണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ഈ സിനിമ കാണണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് പോയി കണ്ടോളൂ. ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനുശേഷം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ റിവ്യൂ ഇത്ര വരെയുള്ളൂ, ബാക്കി വേറെ കുറച്ച് കാര്യം പറയാം. ഈ സിനിമ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹോമറിൻ്റെ ഒഡീസി എന്ന ഒരു സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർ അല്ല, ഒഡീസി എന്നുള്ള സ്റ്റോറി തന്നെയാണ് ഒഡീസി എന്ന ക്രിസ്റ്റഫർ നോളൻ്റെ മൂവിയിൽ പറയുന്നത്. അതിൽ ഒഡീസിയസിൻ്റെ വാറിന് ശേഷമുള്ള ആ ഒരു 10 വർഷക്കാലത്തെ ഒരു ട്രാവലാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള ട്രാവലാണ് സിനിമയിൽ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പല സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നതും ശേഷം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലോട്ട് ചെല്ലുന്നതും, വൈഫിന് കൊടുക്കുന്നൊരു ഒരു പ്രോമിസിൻ്റെ പുറത്ത് ജന്മനാട്ടിലോട്ട് ചെല്ലുന്നതുമാണ്. ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒഡീസിയസ് ആയിട്ട് മാറ്റ് ഡാമൻ, എന്തൊരു മനുഷ്യനാണ് ഇവരൊക്കെ. ഇത് മേ ബി ഞാൻ പലയിടത്തും കണ്ടു ക്രിസ്റ്റഫർ നോളൻ്റെ പടത്തിൽ റെപ്പറ്റീഷൻ, അതായത് അദ്ദേഹം ഒരു റിസ്ക് എടുത്തുകൊണ്ട് പുറത്തുനിന്ന് അദ്ദേഹത്തിന് പരിചയമില്ലാത്തൊരു ആക്ടറിനെ ആക്ട് ചെയ്യിക്കുന്നതിൻ്റെ ഒരു ചാൻസ് വളരെ കുറവാണ്. ഇന്ത്യക്കാരനായിട്ടുള്ളൊരു പുള്ളിയും കൂടി ഉണ്ട്, ഹിമേഷ് പട്ടേൽ എന്ന് അങ്ങനെയാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ ടെനറ്റിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാറ്റ് ഡാമനും പുള്ളിയുടെ മുന്നത്തെ പടങ്ങളിലുണ്ട്. പെനലോപ്പയായിട്ട് അഭിനയിച്ച അന്ന ഹാർപ്രേ അങ്ങനെ പേര് കേട്ടോ, പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, കുറച്ച് പാടാം. അപ്പം ഇവരൊക്കെ എല്ലാം പഴയ പടങ്ങളുണ്ട്. പുള്ളിക്കാരൻ ഒരിക്കലും എന്നല്ല, പുള്ളിക്കാരൻ പുള്ളിയുടെ ലിസ്റ്റിലുള്ളവരെ ഈ റോളിന് ഓക്കെ ആണെങ്കിൽ പുള്ളി എടുത്തിടുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലും കാണുന്നത്. പിന്നെ കുറച്ച് കോൺട്രവേഴ്സി ആയിട്ട് വന്നത് ഇതിൽ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ക്യാരക്ടർ ചെയ്ത ഹെലൻ ഓഫ് ട്രോയ്, അങ്ങനെയാണ് പുള്ളിക്കാരുടെ പേര്. അതെ, ആ ഒരു ക്യാരക്ടർ ചെയ്ത ഒരു ക്യാരക്ടർ ഭയങ്കര ലോകത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ എന്നുള്ളൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറായിട്ടൊരു ആഫ്രിക്കൻ യുവതീനെ കൊണ്ടുവന്നതും കുറച്ച് സംസാരമൊക്കെ ആയിരുന്നു. അത് പുള്ളിയുടെ പെർസ്പെക്റ്റീവാണ്. അതായത് സൗന്ദര്യം എന്നത് ഏതർത്ഥത്തിലാണ് വിശദമാക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പുള്ളിക്കാരൻ അത്തരത്തിലൊരു ക്യാരക്ടറെ കൊണ്ടുവന്നത്. എനിക്കതിലൊന്നും വിഷയമൊന്നുമില്ല കേട്ടോ. അവിടെ എന്താണോ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് നല്ല ക്ലിയറായിട്ട് സിനിമയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ മാക്സിമം ഇതിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് പോവുക. ചിലപ്പം ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും. ഇൻ കേസ് എന്നാൽ ഇത് പോയി കാണാം, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇത് പോയി കാണാം എന്നുള്ളവർ എന്തായാലും ആ ഒരു ഒഡീസി എന്ന സ്റ്റോറി എന്താണ് പറയുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ കുറേ കൂടെ നമുക്കതിൻ്റെ വിഷ്വലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒഡീസിയസിൻ്റെ ഒരു യാത്രയുണ്ട്. അയ്യോ, ആ യാത്ര എങ്ങനെയാണ് അദ്ദേഹം യാത്ര ചെയ്തെന്നുള്ളത്, എന്താണ് ആ യാത്രയ്ക്കുള്ളിൽ പറയുന്നുണ്ടല്ലോ. സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞത് കേട്ടും വായിച്ചും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിഷ്വലി കാണാൻ പറ്റുമ്പോഴൊരു ഫീലുണ്ട് കേട്ടോ. കിടിലനായിരുന്നു. എസ്പെഷ്യലി ഒരു ഭീകര രൂപമൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, അത് എന്ത് പോർഷനായിരുന്നു അതൊക്കെ. ഒരു സ്ത്രീ ക്യാരക്ടറിൻ്റെ ഉണ്ട്, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഒരു സ്ത്രീയുടെ ഒരു ക്യാരക്ടർ, എൻ്റെ പൊന്നോ, അതൊരു ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഭീതി ഇങ്ങനെ തള്ളി നമുക്ക് തരുന്നൊരു ഫീലായിരുന്നു. എനിക്കതാണ് ആ ഒരു ഭാഗമൊക്കെ കണ്ടപ്പോഴും കിട്ടിയത്. കിഡിലൻ ഇമോഷൻ കണക്ഷൻ.
ആ സ്റ്റോറി നല്ല വെൽ റിട്ടൺ ആയിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് കുറേയൊക്കെ പറയുമ്പം ഒത്തിരി സ്പോയിലറായിപ്പോവും. പല പല ഐലൻഡിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന അറ്റാക്ക്, ഇതൊക്കെ നല്ല സൂപ്പർബായിട്ട് എഴുതിയിട്ടുമുണ്ട്, സൂപ്പർബായിട്ട് വിഷ്വൽ ചെയ്തിട്ടുമുണ്ട്. പിന്നെ മ്യൂസിക്, പുള്ളി ഓപ്പൺഹൈമറിൽ ചെയ്തിട്ട് ഓസ്കാർ അടിച്ച ആളാണ്. പേരൊക്കെ ഭയങ്കര പാടാകട്ടോ പ്രൊനൗൺസ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കിഡുമായിട്ട് പുള്ളിയും ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എൻ്റെ ചെവിയൊക്കെ അടിച്ച് തകർത്തു പോയി. കാരണം അത് ഓവർ ലൗഡ് ആയതുകൊണ്ടല്ല, ആ ഒരു ഇമോഷനെ, ആ ഒരു ഭീതി, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി അടുത്ത് നടക്കാൻ പോകുന്നതിലോട്ടുള്ള ട്രാൻസിഷൻ സെറ്റപ്പ് ഉണ്ടല്ലോ, അതിലോട്ട് എത്തിച്ചിട്ട് കിട്ടും, നല്ല പീക്കിൽ എത്തിച്ചിട്ട് സംഭവം നടക്കുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് നല്ല വെൽ പ്ലേസ്ഡ് മ്യൂസിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വിഷ്വൽസ് ഓഫ് കോഴ്സ് ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കടലിൻ്റെ ഏറ്റവും ഭീകര രൂപം കിട്ടിയ, അല്ലെങ്കിൽ ആ ഒരു വാട്ട് ഈസ് ഒരു ഓഷ്യൻ, ആ ഒരു ഓഷ്യനിലെ യാത്ര, സമുദ്രത്തിലൂടെയുള്ള ഒരു യാത്ര, അതിൻ്റെ ഭീകര രൂപം അല്ലെങ്കിൽ അതിൻ്റെ സമാധാനമായ രൂപം, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഞാൻ ഈ സിനിമയിൽ കണ്ടത്. ചിലപ്പം വേറെ ഉണ്ടാവാൻ കേട്ടോ, എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ വെച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് വേർഷനായിരുന്നത്. എസ്പെഷ്യലി ഒരു ക്ലൈമാക്സിനോടൊക്കെ അനുബന്ധിച്ച് അതിന് മുമ്പ് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഉള്ള ഒരു ഭാഗമുണ്ട്. സ്പോയിലർ ഭാഗമാണ്, പക്ഷെ കുറച്ച് ഞാൻ സ്പോയിലറായിട്ട് എടുത്ത് പറയുന്നില്ല, കുറച്ചേ പറയുന്നുള്ളൂ. ഒരു ലൈറ്റ് വെച്ചിട്ടുള്ളൊരു പരിപാടിയുണ്ട്, കിഡിലെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അത് നമ്മളിങ്ങനെ ഒരു നമ്മൾ ആ ബോട്ടിലുള്ള ഒരു ഫീലിൽ നമുക്ക് തോന്നും. ഒരു പ്രോമിസിനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു സംഭവമൊക്കെയാണ്. കിഡു ലൈറ്റ് വെച്ചിട്ടുള്ള പരിപാടി, കിഡു. നമുക്കത് നമ്മൾ ആ ബോട്ടിലുള്ള ഫീൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ ബോട്ടിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും, അത് നമുക്ക് ആ ഒരു ഓഡിയൻസ് ആയിട്ടിരുന്നപ്പോഴും കിട്ടി. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് എങ്ങനെയാണ് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെയുള്ള അത് കഴിഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ട്. ക്രിസ്റ്റഫർ നോളൻ്റെ പടങ്ങളിൽ കാണാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു അത്. കിടിലൻ പരിപാടി. അത് കൂടുതൽ ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്ക് ഇത്തരം കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ റിവ്യൂവിന് ശേഷമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇവരുടെയൊക്കെ ഒരു രൂപം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ പറഞ്ഞ ഒഡീസിയസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പെനലോപ്പിൻ്റെ ആണെങ്കിലും, പുള്ളിയുടെ മകനായിട്ട് ടോം ഹോളണ്ട് ചെയ്ത ക്യാരക്ടർ ടെലമാക്കസോ അങ്ങനെയാണ് അവർ ചെയ്ത ക്യാരക്ടറാണെങ്കിലും, ഇവരുടെയൊക്കെ ഒരു രൂപം നമ്മൾ പണ്ട് മുതലേ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവിടുന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ആ ഒരു കാസ്റ്റ് വന്നതുകൊണ്ടും കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് എടുക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു അഭിപ്രായം ഇവിടെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനെ അങ്ങനെ ആദ്യം തോന്നിയെന്നെങ്കിലും അവരെ എന്തുകൊണ്ട് ഇവരെയൊക്കെ എടുത്തു എന്നുള്ളതിൻ്റെ ഒരു റീസൺ എനിക്ക് ഈ ഒരു സിനിമയിലൂടെ കിട്ടി. എല്ലാവരും നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. കുറച്ച് സ്പോയിലർ ഭാഗങ്ങളും ഇതൊക്കെ പറയണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ദിവസത്തിന് ശേഷം വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ സിനിമ ഇന്നലെ കണ്ടു. ഇന്നലെ ഒരു ഈവനിങ് ഷോയാണ് കണ്ടത്. അപ്പം തന്നെ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിടാമെന്ന് തോന്നി. എഴുതിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തടസ്സലൊക്കെ വരുന്നത് കേട്ടോ. കുറേ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, കുറേയൊക്കെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത അഭിപ്രായം ജെന്യുവിനായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. അതുപോലെ തന്നെ സിനിമ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞ അതേ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.